ഹലോ മച്ചാമാരെ, രാവിലെ നീച്ചത് ഇന്ത്യന്റെ കളി കൊണ്ടായിരുന്നു നമ്മൾ നീക്കുന്നത്. എന്നാ പിന്നെ എല്ലാവരും കൂടെ ഒരു പ്ലാനറ്റ് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോകുന്നത്. എന്നാൽ ശരിയുണ്ട്, നമ്മൾ റെഡി. എപ്പോഴത്തെ പോലെ റെഡി ആകാൻ വേണ്ടി ചേച്ചി കൂടുതൽ സമയം നടത്തില്ല, എല്ലാവരും പെട്ടെന്ന് റെഡിയായി. വിമാനാണ് എങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും നമുക്ക് മ്യൂസിക് മസ്റ്റാ. പാട്ട് മാത്രമേ നമ്മൾ എൻജോയ് ചെയ്തത്, പുറത്ത് സീനറീസ് നമ്മൾ നന്നായി എൻജോയ് ചെയ്തു. കുറെ ദൂരം പോയപ്പോൾ പിന്നെ ഒരു കാര്യം മനസ്സിലായത്, ഇതുവരെ വണ്ടിയുള്ളൂ, ബാക്കി നമ്മൾ നടക്കാണ്ട്. ഒന്നും അറിയാത്ത ഈനാമച്ചി മരപ്പെട്ടിയും പോലെ രണ്ടും കൂടി ഒരുമിച്ച് നടന്നു. നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളായിരുന്നു, വനവകുപ്പ് പോലെ ഉണ്ടായിരുന്നു, ഫുള്ള് കാടായിരുന്നു. നമ്മൾ പിന്നെ കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു പോവാൻ, നല്ല വൈബ് അടിച്ച് പോവായിരുന്നു. ഈ കാണുന്നത് എന്താണെന്ന് നമ്മുടെ ചോദിക്കരുത്, എല്ലാം കണ്ട് മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ റൂട്ട് മാപ്പ്. ഇതിന് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശ്രീലങ്ക എത്തുന്നതാണ് ഇവര് പറയുന്നത്. എന്നാൽ പിന്നെ ഏതിനെ ശ്രീലങ്കയ്ക്ക് പോകുമെന്ന് നോക്കിയിരിക്കുകയാണ് സൗരവ്. ഏത് ഈ മണ്ടൻ ട്രെക്കിംഗ് ആകുമ്പോൾ ഫുള്ള് അഡ്വഞ്ചർ അല്ലാണ്ട് മൂപ്പർ ഫുള്ള് ചളി കൂടെയൊക്കെ പോണത്. ചേച്ചി ഇപ്പൊ തന്നെ ചെറുതായിട്ടൊരു തള്ളവേബായെന്നൊരു സംശയം, നടക്കാൻ കൂടി പറ്റുന്നില്ല. കാലുവേദന, എടുപ്പുവേദന, എല്ലാ വേദനകളും ഇപ്പൊ തന്നെ. അഭിയാണെങ്കിൽ ഫുള്ള് എനർജിയാ, നടക്കാനും കൂടി ജീവനില്ലാണ്ട് ഓൻ നടക്കുന്നത്. ഈ ചെറിയ ചെറിയ വെള്ളച്ചാട്ടം കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഓരോ ചെറിയ ചെറിയ അരുവികളാണ്. എന്റെ പുറകിൽ നടന്നു വരുന്നത് മനുഷ്യകുരങ്ങൊന്നല്ല കേട്ടോ, ഇത് ഏറ്റവും ഡേഞ്ചർ ആയ ഒരു വേറൊരു ജീവി. ആ ജീവിന്റെ പാപ്പാനാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. വഴിമുട്ടി നിൽക്കണം, നമുക്ക് എപ്പോഴും വഴി കാട്ടാൻ വേണ്ടി നമ്മുടെ അളി എപ്പോഴും മുന്നിൽ വരും. പണ്ടെങ്ങോ ആരും ഏതൊരു സിനിമയിൽ പറഞ്ഞ പോലെ നല്ലൊരു വിഷ്വൽ ബ്യൂട്ടി പോലെ ഉണ്ട്. ഇന്നിപ്പോ എല്ലാവരും സ്റ്റാറ്റസ് വന്നിട്ട് പ്രകൃതിയെ പ്രണയിച്ചവൻ, നേച്ചർ ലവ്, നേച്ചർ ഈസ് കോളിംഗ്, അങ്ങനത്തെ ആയിരിക്കും എല്ലാവരും സ്റ്റാറ്റസ്. എന്ത് ചെയ്യാൻ, എപ്പോഴെങ്കിലും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുള്ളൂ, അപ്പോഴല്ലേ ഇങ്ങനത്തെ ഓരോന്നും ഉണ്ടാവുള്ളൂ. ഈ ഇരിക്കുന്ന മൂന്നാൾ ഇവിടെ നിന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കില്ല കേട്ടോ, നടന്ന് കിടന്ന് ചത്തറക്കണം. ഈ ഇരിക്കുന്നത് നമ്മുടെ ചിമ്പാൻസി ഒന്നും അല്ല കേട്ടോ, ഇത് നമ്മുടെ സൗരവാണ്, ആരും തെറ്റിയിരിക്കില്ല കേട്ടോ. ഇത് കാണുമ്പോൾ നമുക്ക് റീലാണോ നമുക്ക് ഇതിന്റെ സംശയമുണ്ട്. കാരണം നമ്മൾ ഈ ലാപ്ടോപ്പിൽ വാൾപേപ്പർ മാത്രം നമ്മൾ ഇങ്ങനത്തെ ഫോട്ടോസ് കണ്ടിട്ടുള്ളൂ. നമുക്ക് എത്തേണ്ടത് ആ അറ്റത്താണ് കേട്ടോ. ഓരോ ആൾക്കാർ ഇപ്പൊ തന്നെ അവിടെ എത്തി തുടങ്ങി. പ്രായമായതുകൊണ്ട് ഇവർക്ക് മാത്രം നമുക്ക് കുറച്ച് കൺസിഡറേഷൻ കൊടുക്കാറുണ്ട്. നടക്കാനൊന്നും വയ്യേ. അതിന്റെ ഇടയിലാണെങ്കിലും ഈ കാണുന്ന വവ്വാലാണെങ്കിലും ആ ഉടുത്ത ഡ്രസ് ഇട്ട് നടക്കാൻ പറ്റില്ലാണ്ട് അത് കാട്ടിനുള്ളിൽ പോയിട്ട് ഡ്രസ്സ് മാറിയിട്ട് വന്നു. ഇപ്പോഴാണ് ഓൺലൈൻ കണ്ട കറക്റ്റ് ഒരു ട്രെക്കിംഗ് വൈബ് കിട്ടുന്നില്ലേ. ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നത്, ഇത്രയേറെ നടക്കുന്നത് അതിന് വേണ്ടിയിട്ടോ. നമ്മൾ കുറച്ച് നേരം അങ്ങോട്ട് പോകുമ്പോഴേക്ക് കുറെ ആൾക്കാർ ഇങ്ങോട്ട് തിരിച്ചു വരുന്നുണ്ടായിരുന്നു. പോണ വഴിക്ക് ഒറ്റയ്ക്ക് നടക്കുന്നതായിട്ട് നമ്മൾ കുറച്ച് ഇംഗ്ലീഷുകാരെയും കൂടെ കൂട്ടി. അവസാനം നമ്മൾ നടന്ന് നടന്ന് നമ്മുടെ വിഷ്വൽ ബ്യൂട്ടി ഉള്ള സ്ഥലം എത്തിക്കഴിഞ്ഞു കേട്ടോ. വെള്ളച്ചാട്ടം കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും അതിന്റെ അടുത്ത് പോയി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞങ്ങൾ. അത്രയും തണുപ്പായിരുന്നു ആ വെള്ളത്തിനൊക്കെ. വേറെ ഒന്നുമില്ല കേട്ടോ ഇവരിവിടുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ വെള്ളമൊക്കെ എവിടുന്ന് വരുന്നതിന്റെ തമ്പുരാനെ കൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുക. ആർക്കും ബുദ്ധിയില്ലാത്ത കൊണ്ടേ. എന്നാ പിന്നെ എന്തായാലും ഇതുവരെ വന്നാലോണ്ട് എല്ലാവരും കൂടി ഒരു സെൽഫി കണ്ട് കാച്ചി. പോയതിനെക്കാട്ടിലും വേഗം നമ്മൾ പിന്നെ താഴെ ഇറങ്ങി കേട്ടോ. എല്ലാവരും ഭയങ്കര ക്ഷീണത്തിലാ, നമ്മൾ പിന്നെ ഒന്നും ഏറ്റിട്ടില്ല. ഇതൊക്കെ എന്ത്. അപ്പൊ എല്ലാവരും അടുത്ത വീഡിയോ കാണുമായിരിക്കും. ബൈ 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 ബൈ.